Hello everyone, welcome back to my channel once again. This is Ajayan from the English Voice Online speaking to you now. For the last few months, I couldn't do any videos regularly. It was solved due to some technical issues. But from now on, you can watch my video as usually as I have previously done. In this episode, I am giving you 5 phrases as usual. This is the 9th episode in this series. So now I don't go any further to be more delayed. Okay, let's get started with today's episode. The first phrase is as the case may be. As the case may be. ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ സാഹചര്യം അനുസരിച്ചെന്നാണ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ചെന്നാണ് ഇതിൻ്റെ അർത്ഥം. ആസ് ദ കേസ് മേ ബി. ഇംഗ്ലീഷിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദി സർക്കംസ്റ്റൻസസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻസ്, ഓർ അതർവൈസ് അക്കോർഡിംഗ് ടു ദി കേസ് മേ ബി, ഓർ അക്കോർഡിംഗ് ടു ദി പ്രോബ്ലം മേ ബി. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് മേ ബി. ഇതാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം ആയിട്ട് വരുന്നത്. ഓൾസോ ഇറ്റ് മീൻസ് അക്കോർഡിംഗ് ടു വാട്ട് എവർ ദ സബ്ജക്റ്റ് മേ ബി. ഏതെങ്കിലും ഒരു വിഷയം അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ സാഹചര്യം അനുസരിച്ച് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഓൾ ദി എബവ് സെറ്റ് ആർ ഈക്വലി കറക്റ്റ്. ഇപ്പം പറഞ്ഞതെല്ലാം തുല്യമായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾസോ 2 example sentences are given to you. The first example sentence is we can speak English everywhere as the case may be. We can speak English everywhere as the case may be. Second example എന്ന് പറഞ്ഞാൽ all people can travel the world today as the case may be. All people can travel the world as today as the case may be. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട 2 എക്സാമ്പിൾ സെൻറ്റൻസസ്. ഓക്കെ, I think you could understand this phrase very well. That's all for this phrase. Okay, let's go to the next phrase. This is the second phrase in this episode. At the behest of. At the behest of. ഇതിനർത്ഥം നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആജ്ഞപ്രകാരം എന്നാണ്. ഒരാൾ നിർദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരാൾ ആജ്ഞാപിക്കുന്ന പോലെ. അപ്പോൾ ഇൻ ഇംഗ്ലീഷ് ഇറ്റ് മീൻസ് അറ്റ് സംവൺസ് കമാൻഡ് ഓർ ഡിമാൻഡ്. അതർവൈസ് ആൻ ഓർഡർ. സംബഡി ഈസ് ഗിവിങ് ആൻ ഓർഡർ ടു സംബഡി. അതാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ അർത്ഥം. അല്ലെങ്കിൽ പറയാം ഇറ്റ് മീൻസ് സംതിങ് ഈസ് ഡൺ ടു കീപ് സംബഡീസ് കമാൻഡ് അല്ലെങ്കിൽ സംബഡീസ് ഡിമാൻഡ്. അപ്പോൾ ഒരാളുടെ ഡിമാൻഡോ കമാൻഡോ അനുസരിക്കാനായിട്ട് ഒരാൾ ആജ്ഞാപിക്കുന്നു, അത് മറ്റൊരാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതാണ് ഈ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഓൾസോ മീൻസ് സംതിങ് ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് സംവൺസ് കമാൻഡ്. അപ്പോൾ ഒരാൾ കമാൻഡ് ചെയ്യുമ്പോൾ മറ്റൊരാൾ അനുസരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് അറ്റ് ദ ബിഹസ്റ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ എഴുതാനും അതുപോലെ തന്നെ സംസാരിക്കാനും ഈ ഫ്രേസ് നിങ്ങൾക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ ദ ഫോളോയിങ് സെൻറ്റൻസസ് ക്യാൻ ബി കൺസിഡേർഡ്. താഴെ പറയുന്ന സെൻറ്റൻസസ് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും. ഉദാഹരണം, ആദ്യത്തെ ഉദാഹരണം, ദ ഫസ്റ്റ് എക്സാമ്പിൾ, ദ മോസ്റ്റ് ഫേമസ് ഇൻഷുറൻസ് പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദ ബിഹസ്റ്റ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. The most famous insurance program was introduced at the behest of the Prime Minister. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഷീ സാങ് ദ സോങ് ഫൈനലി അറ്റ് ദ ബിഹസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ്. ഷീ സാങ് ദ സോങ് ഫൈനലി അറ്റ് ദ ബിഹസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ്. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് അനുകരിക്കാവുന്ന 2 ഉദാഹരണങ്ങൾ. ദാറ്റ്സ് ഓൾ about this phrase. I think you could understand this phrase very well. Now the third phrase is coming up. Let's go to the third phrase. The third phrase is for the sake of.
ഫോർ ദി സേക്ക് ഓഫ്. ഇതിൻ്റെ അർത്ഥം, മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം പ്രയോജനത്തിനായി അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ ദ സേക്ക് ഓഫ് എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇറ്റ് മീൻസ് ഫോർ ദി അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്, ഫോർ ദി അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്. അതർവൈസ് ഇറ്റ് മീൻസ് ഫോർ ദി പർപ്പസ് ഓഫ് സംതിങ്, ഫോർ ദി പർപ്പസ് ഓഫ് സംതിങ്. അതർവൈസ് യു ക്യാൻ സേ ഇറ്റ് ഫോർ ദി കോൺഷ്യൻസ് സേക്ക്. ഫോർ ദി കോൺഷ്യൻസ് സേക്ക് എന്ന് പറഞ്ഞാൽ മനസാക്ഷിക്ക് വേണ്ടിയിട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഫോർ ദ സേക്ക് ഓഫ് യുവർ കോൺഷ്യൻസ് അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് അവർ കോൺഷ്യൻസ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതി പിടിപ്പിക്കാം. അപ്പോൾ യു ക്യാൻ സേ ഫോർ ഗോഡ് സേക്ക്. ഫോർ ഗോഡ് സേക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഓർത്തെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പ്രയോഗിക്കാനും ഈ ഫ്രേസ് നമുക്ക് ഉപയോഗിക്കാം. ഫോർ ദ സേക്ക് ഓഫ് ദി ഗോഡ് അൾമൈറ്റി, സർവശക്തനായ ദൈവത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ആ കാര്യം ചെയ്യരുത് അല്ലെങ്കിൽ നീ അതനുസരിക്കണം എന്നൊക്കെ പറയാനായിട്ട് ഈ ഫോർ ദ സേക്ക് ഓഫ് എന്നുള്ള ഫ്രേസ് നമുക്ക് ഉപയോഗിക്കാം. രണ്ട് എക്സാമ്പിൾ സെൻറ്റൻസസ് ഇവിടെ തരികയാണ്. ഓൾ ഐ ഡിഡ് വാസ് ഫോർ ദി സേക്ക് ഓഫ് യുവർ ബെറ്റർ ലൈഫ്. ഓൾ ഐ ഡിഡ് വാസ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ബെറ്റർ ലൈഫ്. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹി ഹെൽപ്ഡ് ഹിം ഫോർ ദി സേക്ക് ഓഫ് ഹിസ് ഫൈനാൻഷ്യൽ അഡ്വാൻറ്റേജ്. ഹി ഹെൽപ്ഡ് ഹിം ഫോർ ദി സേക്ക് ഓഫ് ഹിസ് ഫൈനാൻഷ്യൽ അഡ്വാൻറ്റേജ്. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് അനുകരിക്കാവുന്ന രണ്ട് സെൻറ്റൻസുകൾ. ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ഫ്രേസ്. I hope you understood this phrase very well. Okay, let's go through the next phrase. The fourth phrase is, നാലാമത്തെ phrase ആണ് within the purview of. Within the purview of. ഇതിൻ്റെ അർത്ഥം, മലയാളത്തിലെ അർത്ഥം പരിധിക്കുള്ളിൽ, കീഴിൽ, പരിധിക്കുള്ളിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷിൽ ഇറ്റ് മീൻസ് അണ്ടർ ദി അതോറിറ്റി ഓഫ് സംവൺ. Under the authority of someone, അല്ലെങ്കിൽ it means under the influence of something, under the influence of something. This phrase can also be said like under the purview of. Within the purview of, അതുപോലെ തന്നെ under the purview of എന്നും ഈ phrase നമുക്ക് ഉപയോഗിക്കാം. It all means that something is the authority, someone is the authority എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രേസ് ശരിക്കും ഉപയോഗിക്കുന്നത്. ഇറ്റ് ഓൾ മീൻസ് ദാറ്റ് സംതിങ് ഫാൾസ് അണ്ടർ ദി പർവ്യൂ ഓഫ് സംവൺ. സംതിങ് ദാറ്റ് ഫാൾസ് അണ്ടർ ദി പർവ്യൂ ഓഫ് സംവൺ. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ദ ടു എക്സാമ്പിൾസ് ആർ ഗിവൺ ഫോർ യു. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ കുറേയും കൂടി വ്യക്തമാകും. ആദ്യത്തെ എക്സാമ്പിൾ, the school falls within the purview of a person. The school falls within the purview of a person. അതൊരു വ്യക്തിയുടെ കീഴിലുള്ള സ്കൂളാണെന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ എക്സാമ്പിൾ, the tennis court is within the purview of the corporation. The tennis court is within the purview of the corporation. Okay, that's all for this phrase. I hope you understood this phrase very well. So we are going to the final phrase or the fifth phrase of this episode. Okay, let's go to the fifth phrase. The fifth phrase is in collaboration with. In collaboration with. ഇതിൻ്റെ അർത്ഥം, മലയാളത്തിലെ അർത്ഥം കൂട്ടുപ്രവർത്തനം അല്ലെങ്കിൽ സഹകരണം എന്നൊക്കെയാണ് മലയാളത്തിലെ ഇതിൻ്റെ അർത്ഥം. ഇറ്റ് മീൻസ് in association with a person. In association with a person. അല്ലെങ്കിൽ നമുക്ക് പറയാം in partnership with another company. In partnership with ഒരു കമ്പനി ആണെങ്കിൽ in partnership with another company എന്ന് നമുക്ക് ഇത് വെച്ച് ഈ ഫ്രേസ് വെച്ച് ഉപയോഗിക്കാം. in collaboration with. അതിൻ്റെ അർത്ഥം തന്നെയാണ് in partnership with എന്നുള്ളത്. മറ്റൊരു ഇത് പറയുകയാണെങ്കിൽ it means in cooperation with an authority. ഏതെങ്കിലും ഒരു അതോറിറ്റി ആയിട്ട് സഹകരിച്ചുകൊണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഈ ഫ്രേസ് ഉപയോഗിക്കാം. ഓൾസോ യു ക്യാൻ ഗോ ത്രൂ ദി ഫോളോയിങ് 2 എക്സാമ്പിൾ സെൻറ്റൻസസ്. താഴെ പറയുന്ന 2 എക്സാമ്പിൾ സെൻറ്റൻസും കൂടി മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രേസിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് വിൽ ഗിവ് യു ദി കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് ഫ്രേസ്.
Example 1. The temple festival was conducted in collaboration with the local people. Another example, the company is working in collaboration with another company. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ഉദാഹരണ സെന്റൻസുകൾ. ഓക്കെ, let me think that you could understand this phrase very well. Okay, let's go to the next items. Okay, then we are coming to the end of this episode. So thanks for your watching. Don't forget to subscribe, share and like my channel. Okay, meet again in the next episode. Until then, take care of yourself and be happy with everything. Bye bye for now. Thanks.